നെയ്മർ. ഞാൻ ഇതിനു മുമ്പ് ഒരു നെയ്മറിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ബ്രസീൽ ആരാധകർ എന്ന സംബന്ധിച്ചിടത്തോളം ഒരുപാട് സങ്കടമായ ഒരു കാര്യമാണ് നെയ്മർ ബ്രസീൽ സ്ക്വാഡിൽ ഇല്ല എന്നത്. അതേപോലെ തന്നെ ഒരു ഫുട്ബോൾ ഫാൻസ് എന്ന നിലയിൽ ഒരുപാട് സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ് നെയ്മർ ഇനി വേൾഡ് കപ്പിൽ കളിക്കാം. ഈ വരുന്ന വേൾഡ് കപ്പിൽ ഉണ്ടാവുമോ എന്ന് തന്നെ ഒരു സംശയമാണ്. എന്തുകൊണ്ട് അൻസെലോട്ടി നെയ്മറിനെ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റീസൺ എന്ന് പറയുന്നത് നെയ്മറിൻ്റെ പ്രീവിയസ് മാച്ചുകളൊക്കെ ഇഞ്ചോർഡായി ഒരു ലോങ് റിക്കവറി തന്നെ എടുക്കുന്നുണ്ട് പുള്ളിക്ക്. അപ്പോൾ ഈ വേൾഡ് കപ്പൊക്കെ കളിക്കുമ്പോൾ വേൾഡ് കപ്പ് ഒരു ബിഗ് കോമ്പറ്റീഷൻ ഗെയിമാണല്ലോ. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഒരു ഇഞ്ചോർഡ് വന്ന ആ സ്ക്വാഡിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നെയ്മർക്ക് ഒരു ബാഡ് ഇമേജ് തന്നെ വരാൻ സാധ്യതയുണ്ട്. അൻസെലോട്ടിക്ക് അറിയാം എത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് നെയ്മർ എന്നുള്ളത്. അത് ഓപ്പണൻസിന് തന്നെ പറയുന്നുണ്ട്, വെരി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് പിച്ചിൽ. അപ്പോൾ ഇപ്പോഴത്തെ സ്ക്വാഡിൽ ഉള്ള ഫോമിലുള്ള വിനീഷ്യസും റാഫീനേക്കാളും എത്രത്തോളം ബിഗ് മൊമെൻറ്റുകൾ പിച്ചിൽ നടത്താൻ പറ്റുമെന്ന് നമുക്കറിയാം, നമ്മളിതിനു മുമ്പ് കണ്ടതാണ്. എൻ്റെ ഒരു അനാലിസിസിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ചിലപ്പം അങ്ങനെ ആവാം അൻസെലോട്ടി ഈ ബ്രസീൽ സ്ക്വാഡിൽ നെയ്മറെ ഉൾപ്പെടുത്താത്തത് കാരണം.